ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനിമോള് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്തതും ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പട തന്നെ ഇളകി വരുന്നുണ്ട്. ക്യാരറ്റ് കള്ളി എന്നാണ് എല്ലാവരും അനിമോളെ വിളിക്കുന്നത്. അനീഷുമായി അനിമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അനിമോള് പറയുന്നുണ്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ക്യാരറ്റ് അറിയാതെ താഴെ വീണതാണ് എന്ന് പറഞ്ഞിട്ട് ഫൺ രീതിയിൽ അനീഷ് പറഞ്ഞതിനെ കളിയാക്കുന്നുണ്ട്, തള്ളിക്കളയുന്നുണ്ട്. സാത്താനെ പോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ തള്ളിക്കളയുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ളത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്നൊരു പോയിന്റ് ആണ് അനിമോള് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് അക്ബർ അനിമോളോടൊരു കാര്യം പറയുന്നുണ്ട്. നാളെ ജയിൽ നോമിനേഷനിൽ ഉള്ളതുകൊണ്ടല്ലേ ഇന്ന് പോയി ഇത് കട്ടെടുത്തത്, ജയിൽ നോമിനേഷനിൽ എല്ലാവരും പേര് പറയാനായിട്ടല്ലേ കട്ടെടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നു. അക്ബർ ഇത് പറഞ്ഞതും അനിമോൾക്ക് ഇത്തിരി കൊള്ളുന്നുണ്ട്. അനിമോളും അക്ബറും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പാട്ട് പാടുന്നവർക്ക് വേണ്ടി വേറെ പ്രോഗ്രാം ഉണ്ട്, പാടാനായിട്ട് ഇവിടെ വരണമെന്നില്ല. നല്ല പേയ്മെന്റ് തന്നിട്ട് തന്നെയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അടുപ്പിന്റെ മൂട്ടിൽ പോയി ഇരിക്കണം, ആ മൂട്ടിന് തീ വരുമെന്നോ അങ്ങനെയെങ്കിലും ബോഡി ഒന്ന് അനങ്ങട്ടെ എന്നോ അങ്ങനെ കുറെ കാര്യങ്ങൾ അനിമോള് അക്ബറിനെതിരെ പറയുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിയുന്നതല്ല കണ്ടന്റ്, നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. കുറെ ഹൈറ്റും വെയിറ്റും ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, പോയി കണ്ടന്റ് കൊടുക്കുക എന്നൊക്കെയാണ് അനിമോള് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ആർഗ്യുമെന്റിൽ അനിമോള് മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നും രണ്ടും പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒരു വഴക്കാവുന്നുണ്ട് ഇത് കേട്ടോ. പക്ഷെ അനിമോളാണ് മുന്നിട്ട് നിന്നത്. എന്തായാലും അനിമോൾക്കെതിരെയുള്ള ഈ ഒരു ഗെയിം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അക്ബർ. ഇത്തവണ ബിന്നിയോ റെനയോ ആര്യനോ ജിസയിലോ ആരും പ്രത്യക്ഷത്തിൽ അക്ബറിന് സപ്പോർട്ടായിട്ടില്ല. പിന്നെയും കുറച്ചെങ്കിലും ആര്യനും ജിസയിലും മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് കളിച്ച് കൂടെ നടന്ന ഒരുത്തനെ പുറത്താക്കി എന്ന് അനിമോള് പറയുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളെയും കൂടി കൂടെ കൂട്ടി പുറത്താക്കിയെന്നു. അങ്ങനെ അനിമോള് നല്ല മാസാവുന്നുണ്ട്, അക്ബറിന്റെ വായടപ്പിക്കുന്നുണ്ട്. അക്ബർ ആ സമയത്ത് മറ്റേ കട്ടപ്പ പ്രയോഗമൊക്കെ ഇറക്കുന്നുണ്ട് എങ്കിലും അനിമോളാണ് ഈ ഒരു ഫൈറ്റിൽ നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിന്നത്. നല്ല രീതിക്ക് തന്നെ അക്ബറിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. അക്ബറിനെ അങ്ങനെ ആർക്കും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ലെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അക്ബർ ഇത്തിരി ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.